നമുക്കിന്നൊരു സോഫ്റ്റ് ഇഡ്ഡലിയുടെ റെസിപ്പി ആയാലോ. അതിനായിട്ട് ഞാൻ 3 കപ്പ് മെഷർമെൻറ്റ് കപ്പിൽ 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നല്ല ഇനം പച്ചരി നോക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മെഷർമെൻറ്റ് കപ്പ് എന്ന് പറയുന്നത് 240 ml മെഷർമെൻറ്റ് കപ്പിൽ 3 കപ്പ് പച്ചരി എടുത്ത് വെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് ഉഴുന്നും എടുത്തിട്ടുണ്ട്. ഈ ഉഴുന്നും പച്ചരി നല്ല ക്വാളിറ്റി ഉള്ള ഇതാണെങ്കിൽ നമ്മൾ ഇഡ്ഡലി അത്ര സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ ഉഴുന്നൊക്കെ നല്ല പുതിയ ഉഴുന്നെടുക്കുക. പഴയ സ്റ്റോക്കാണെങ്കിൽ നമ്മൾ മാവ് ഫെർമെൻ്റായി കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പം നല്ല ഇനം പച്ചരിയും ഉഴുന്നും തന്നെ നോക്കി വാങ്ങിക്കുക. നമുക്ക് ഉഴുന്നിൻ്റെ കൂടെ 1 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. ഈ ഉലുവ ചേർക്കുന്നത് നമ്മളെ മാവ് നന്നായിട്ട് ഫെർമെൻ്റായി കിട്ടാൻ സഹായിക്കും. അപ്പോൾ 1 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. 3 കപ്പിന് 1 കപ്പ് പച്ചരി എന്ന രീതിയിൽ തന്നെ എടുക്കണം. ഈ അളവിലെടുത്താൽ തന്നെയാണ് ഞാൻ പറയുന്ന മെഷർമെൻറ്റ് കറക്റ്റായി ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടുക. അത് എത്ര തണുപ്പുള്ള സമയമായാൽ പോലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ഉഴുന്ന് 1 പ്രാവശ്യം കഴുകി അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കാം. അതുപോലെ തന്നെ പച്ചരി 2-3 പ്രാവശ്യം കഴുകിയിട്ട് അതിൻ്റെ വെള്ള കളറൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കുതിർത്തി വയ്ക്കാം. ഒരു 6 മണിക്കൂർ നേരം നമ്മളിത് കുതിർത്തി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പച്ചരി ഉഴുന്നും കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അരി ഒരു 3 പ്രാവശ്യം കഴുകി അതിന് ശേഷം വെള്ളം ഒഴിച്ച് വെച്ചു. അതുപോലെ തന്നെ ഉഴുന്ന് 1 വട്ടം മാത്രമേ കഴുകാവൂ. അതിനുശേഷം വെള്ളം നിറച്ച് ഒഴിച്ച് വെക്കണം. ഈ ഉഴുന്ന് കുതിർത്ത വെള്ളം ഉപയോഗിച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ഇഡ്ഡലിക്ക് മാവ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കതൊരു 6 മണിക്കൂർ നേരം സോക്ക് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ അരി ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ 6 മണിക്കൂർ നേരം കഴിഞ്ഞു. ഇനി നമുക്ക് ആ അരി അരയ്ക്കുന്നതിന് മുമ്പേ കുറച്ച് ചോറ് വേവിച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് നമുക്ക് സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ വെള്ള അവൽ ചേർക്കുക അല്ലെങ്കിൽ വെള്ള ചോറ് ചേർത്തിട്ടാണ് നമ്മൾ ഇഡ്ഡലിയൊക്കെ ആട്ടിയെടുക്കാറ്. പക്ഷേ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ മെഷർമെൻറ്റ് കപ്പിൽ 1/4 കപ്പ് പച്ചരി, അത് നല്ല ഇനം തന്നെ പച്ചരി തന്നെ എടുക്കണം കേട്ടോ. നമ്മൾ കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1/4 കപ്പ് മെഷർമെൻറ്റ് കപ്പിൽ കേട്ടോ, നിങ്ങൾ ഏത് മെഷർമെൻറ്റ് കപ്പാണോ ഉപയോഗിക്കുന്നത് അതേ കപ്പ് തന്നെ എല്ലാറ്റിനും തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ 1/4 കപ്പ് നമ്മൾ പച്ചരി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൽ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് 3 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ക്ലോസ് ചെയ്യാം. നമുക്കിനി ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 3 വിസിലും വരുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം. അത് കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയി. ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇനി ഇതിൻ്റെ വെള്ളം വാർത്ത് നമുക്കെടുക്കാം. ഇതിൻ്റെ മുകളിലൂടെ സ്വല്പം ടാപ്പ് വാട്ടർ തുറന്ന് വിട്ട് അതിൻ്റെ ചൂട് കളഞ്ഞ് നമുക്കിത് കൂളാക്കിയിട്ട് എടുക്കാം. അതോടൊപ്പം തന്നെ അതിൻ്റെ ചോറിൻ്റെ പശയെല്ലാം പോയി ഒന്ന് ഓക്കെ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഉഴുന്ന് കുതിർത്ത വെള്ളം കളയരുത്. ഇത് നമുക്കൊന്ന് ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ച് എടുക്കാം. നമുക്ക് ഈ അരിപ്പയിലോട്ട് ഇതിൻ്റെ വെള്ളം അരിച്ചൊഴിക്കാം. ഇനി നമുക്കിത് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഉഴുന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഉഴുന്നും ചോറും കൂടി ഞാൻ ഒന്നിച്ചാണ് കേട്ടോ അരച്ചെടുക്കാറ്. അപ്പോൾ ഈ ഞാൻ പറയുന്ന പോലെ ഈ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സോഫ്റ്റ് ഇഡ്ഡലി ഞാൻ പറയുന്ന പോലെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ചോറ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച ചോറും ചേർത്ത് കൊടുക്കാം. ആദ്യം വെള്ളമൊന്നും ചേർക്കാതെ ഒരു അടി അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തതിന് ശേഷം കൊണ്ടുവരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പ് വെള്ളം, നമ്മൾ ഉഴുന്ന് വാർത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു. അപ്പോൾ നമുക്കത് അരയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി കുറച്ചും കൂടെ 1/4 കപ്പും കൂടെ വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് അരച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നേരിട്ടിട്ട് നമ്മൾ ഉഴുന്ന് അരച്ചെടുക്കരുത്. അതാകുമ്പോൾ മിക്സി ചൂടാകാനും നമ്മളുടെ മാവ് ഫെർമെൻറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യും. മിക്സി ചൂടാകുമ്പോൾ ഉഴുന്ന് ചൂടായി കഴിഞ്ഞാൽ ഈ മാവ് പൊന്തി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് പതുക്കെ നിർത്തി അരച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള 1/4 കപ്പ് വെള്ളം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം.
നല്ല ക്രീമി പരുവായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മാവ് നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അരി അരച്ചു കൊടുക്കാം. ഇതിലോട്ട് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് 1.5 ടീസ്പൂണാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തു. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് കുതിർത്ത അതേ വെള്ളം തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ഇത് 1 കപ്പ് ഉണ്ട്. നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ അരി അരച്ചെടുത്തിട്ടുണ്ട്. എനിക്കിവിടെ അരി അരയ്ക്കാൻ വേണ്ടി എടുത്ത വെള്ളം 1 കപ്പാണ് കേട്ടോ. ഇനി ഞാനിത് നമ്മളെ ഉഴുന്ന് അരച്ച് വെച്ച ബൗളിലോട്ട് ഒഴിച്ചെടുക്കാൻ പോവുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് കൈ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ തവി ഉപയോഗിച്ചിട്ടോ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഉഴുന്നും അരി അരച്ചതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് നേരം നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യം ഉടൻ തന്നെ അടച്ചു വെക്കരുത്. ഒരു 5 മിനിറ്റ് നമ്മൾ വെച്ച ആ പാടെ തന്നെ നമ്മൾ മാവ് മൂടി വെക്കരുത്. കുറച്ച് നേരം എന്ത് ചെയ്യണം, ഈ ബൗളിൽ തുറന്ന് വെക്കണം. ഒരു 5 മിനിറ്റ് നേരം ഞാനിത് തുറന്ന് വെക്കാൻ പോവുകയാണേ. അപ്പം 5 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് ഇത് നമ്മൾ അടച്ചു വയ്ക്കാം. ഇതുപോലെ ഒരു ഗ്ലാസ് ലിഡ് വെച്ച് അടച്ചു വയ്ക്കുന്നത് നമ്മൾ മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ നന്നായി സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ തണുപ്പുള്ള സമയങ്ങളിലെല്ലാം മാവ് അരച്ചിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ഡയറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ മാവ് ഫെർമെൻ്റായി കിട്ടാൻ പാടാണ്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് നമ്മൾ ഇൻഡക്ഷൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റിങ് താഴെ വെച്ചിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലോ റിങ് വെച്ച് അതിൻ്റെ മുകളിൽ വെച്ചാലും മതി. അല്ലെങ്കിൽ മേശയുടെ മുകളിലോ അങ്ങനെ തണുപ്പ് പിടിക്കാത്ത പ്രതലത്തിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കുക. ഡയറക്റ്റായിട്ട് നമ്മൾ മാവ് അരച്ചത് തണുപ്പുള്ള പ്രതലത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാവ് ഫെർമെൻ്റായി കിട്ടാൻ പാടാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടും. ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് അരച്ചു വയ്ക്കുന്നത്. ഇപ്പോൾ ഒരു 5 മണി നേരം, വൈകുന്നേരം ഒരു 5 മണി നേരത്ത് ഞാനിത് അരച്ചു വെച്ചു. ഇനി നമുക്കിത് രാവിലെ നമുക്ക് ഫെർമെൻ്റ് ആയതിന് ശേഷം നമുക്ക് വീഡിയോ കാണാം. ഇത് നമ്മളുടെ മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാം മാവ് നല്ലതുപോലെ ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ചുടാം. ഇഡ്ഡലി ചെമ്പിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇഡ്ഡലി ചെമ്പ് സ്റ്റീം ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് തട്ടിൽ എണ്ണ പുരട്ടി നമുക്ക് ഇഡ്ഡലി മാവ് പാർന്നെടുക്കാവുന്നതാണ്. നമുക്ക് ഇഡ്ഡലി ചെമ്പ് സ്റ്റീം ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് തട്ടിൽ നല്ലെണ്ണ തടവി കൊടുക്കാം. ഞാൻ നല്ലെണ്ണയാണ് ഇഡ്ഡലി തട്ടിൽ തടവാറ്. സ്വല്പം ഒഴിച്ച് എല്ലാ തട്ടിലും നമുക്ക് എന്താ പറയുക പുരട്ടി കൊടുക്കാം. അപ്പോൾ തട്ടിൽ നമ്മൾ എണ്ണ പുരട്ടി കൊടുത്തു. ഇനി നമുക്ക് ദോശമാവ്, അതായത് ഇഡ്ഡലിയുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫെർമെൻ്റായ ദോശമാവ് പതുക്കെ മിക്സ് ചെയ്ത് വെക്കാം. ഒരുപാട് ഇട്ടിട്ട് മിക്സ് ചെയ്യരുത്. ഇതിൻ്റെ പത അങ്ങനെ ഉടച്ച് കിടക്കരുത്. കുറച്ച് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചത് കൊണ്ട് നമുക്കിനി മിക്സിങ്ങിൻ്റെ ആവശ്യമില്ല. നമുക്കിനി തട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ബാക്കി എല്ലാ തട്ടിലും ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി സ്റ്റീം ചെയ്യാൻ വയ്ക്കാം. നമുക്കിനി ഇത് ക്ലോസ് ചെയ്യാം. ഫ്ലെയിം കൂട്ടി കൊടുക്കാം. 7 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റീം വരാൻ തുടങ്ങിയിട്ട് 7 മിനിറ്റ് നേരമായി. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്യാം. ഇതാ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തട്ടിൽ നിന്ന് മാറ്റാം. തട്ടിൻ്റെ മുകളിലേക്ക് സ്വല്പം വെള്ളം കുടഞ്ഞു കൊടുക്കാം. ഗ്ലാസ്സിൽ സ്വല്പം വെള്ളത്തിൽ സ്പൂൺ ഇട്ടിട്ട് സ്പൂൺ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ഇഡ്ഡലി ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കങ്ങനെ എടുക്കാം. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. ഇനി നമുക്ക് ഇഡ്ഡലി പതുക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മളെ അറിയിക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.